പാറു, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ ഗിരിയേട്ടന്റെ കുളിയെക്കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയത്. അതിലിത്ര ചിരിക്കാൻ എന്തായിരിക്കുന്നു? അത് ആ കുളി കണ്ടാലും മനസ്സിലാവും. ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് നമുക്ക് കാണിച്ചു തരാം. ഒരാളും കുളിക്കുന്നതാണോ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നേ? അങ്ങനെ ചോദിക്കപ്പച്ചി. എടുത്തത് മാത്രമല്ല എല്ലാരെയും കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആണോടി? അത് അപ്പച്ചി ആ വീഡിയോ മായ്ച്ചു കളയാൻ പറഞ്ഞേക്കാവോ? പാറു, അത് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാന്നാ വിചാരിച്ചേ. ശരി, അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴല്ല, 3 മാസം കഴിഞ്ഞ്. കണ്ടോ അപ്പച്ചി? ഗിരി, നീ അതൊന്നും കാര്യാക്കണ്ട. പാറു വെറുതെ നിന്നെ വട്ടുപിടിപ്പിക്കാൻ പറയുന്നതാ. നീ അത് വിട്ടുകളയേ. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല. മോനെ, ചെറുക്കനെ കുറിച്ചൊക്കെ അന്വേഷിച്ചായിരുന്നോ? 1-2 പേരോടൊക്കെ തിരക്കി. എല്ലാവർക്കും ചെക്കനെ കുറിച്ച് നല്ല അഭിപ്രായം. രത്നേ, ഈ കാശ് മോള് വാങ്ങിച്ചോ. എന്തിനാ അപ്പച്ചി ഇതൊക്കെ? എടാ, ചെക്കൻകോട്ടിൽ വരുമ്പോ രത്ന അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നിക്കണ്ടേ? അതിനൊക്കെ ചെലവില്ലേ? ദാ മോളെ, നീ ഇത് വെച്ചോ. അപ്പോ എന്ത് കാര്യത്തിനും ഏട്ടന്റെ അനുവാദം വേണമല്ലേ? അല്ലാതെ അനിയത്തിമാരൊന്നും ചെയ്യില്ല അല്ലേ? സ്വന്തം അപ്പച്ചയല്ലേ പണം തരുന്നേ? അതിനും ഏട്ടനോട് അനുവാദം ചോദിക്കണോ? അതൊന്നും അല്ല പാറു, ഞങ്ങൾക്ക് ആവശ്യമുള്ള പണമൊക്കെ ഏട്ടൻ കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പച്ചയുടെ ഒന്നും പണം വാങ്ങാൻ ഞാനൊന്നും മടിച്ചത്. വാ, നിങ്ങളെല്ലാവരും എന്റെ സഹോദരന്റെ മക്കളാ. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാനും ഒരു മടിയും വിചാരിക്കണ്ട. ഏട്ടാ, ഇത് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. വേണ്ട മോളെ, മോള് വെച്ചോ. പിന്നെ നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നാളെ ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നുണ്ട്. അമ്മാവനാ അത് ഏറ്റെടുത്ത് നടത്തുന്നത്. നിങ്ങൾ എല്ലാവരും ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വരണം. അമ്മാവൻ പ്രത്യേകം പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങൾ വരാം അപ്പച്ചി. ഞങ്ങൾ ഇറങ്ങട്ടെ. നാളെ കാണാം. ശരി അപ്പച്ചി. വാ. ഗിരിയേട്ടാ, ഈ കുളിയുടെ സ്റ്റൈല് മാറ്റണ്ട കേട്ടോ.